കണ്ട ഇത്ര നേരം കണ്ട പോലെ തന്നെയാണ് കാര്യങ്ങൾ. 5 മിനിറ്റ് പരിപാടിയുടെ തീരും. അപ്പോൾ ആകാംക്ഷയുടെ ആരും ഇരിക്കേണ്ടതാണ്. 1-2 മിനിറ്റിനുള്ള പരിപാടിയുടെ അവിടെ തീരും. അപ്പോൾ നമുക്ക് അടുത്ത ഹാൻഡ് വാഷ് ഉണ്ടാക്കാം. ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ നമ്മളൊരു കാര്യം ചെയ്ത് വെച്ചിട്ട് ഓർമ്മയിലുണ്ടോ? എന്തായിരുന്നു? സ്ലറി അല്ല, 2 ലിറ്റർ വെള്ളത്തിലേക്ക് SLS സോഡിയം ലോറൽ സൾഫേറ്റ് കലക്കി വെച്ചിരുന്നു. ഓർമ്മയുണ്ടോ? ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നം വേറൊന്നുമല്ല. ഇവിടെ ഓരോ കെമിക്കൽ എടുക്കുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്ത് ചില പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഫാൻ ബുക്ക് ചെയ്യാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല. കുറച്ച് കാര്യങ്ങൾ ഇതാക്കിയാണ്. ഓക്കെ, ഓക്കെ. നമ്മൾ നേരത്തെ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ, 2 ലിറ്റർ വെള്ളം, 2 ലിറ്റർ വെള്ളത്തിൽ 250 SLS സോഡിയം ലോറൽ സൾഫേറ്റ് അത് അലിയാൻ വേണ്ടി മാറ്റി വെച്ചു. ഇതിപ്പോൾ ഓൾറെഡി അലിഞ്ഞ് കഴിഞ്ഞു. നമ്മൾ ബക്കറ്റിൽ എടുക്കുന്നു. നമ്മൾ ജസ്റ്റ് നരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും പൊടിയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് നരിക്കുകയാണത്. ഇതിലേക്ക് നമ്മൾ ഒരു ലിക്വിഡ് ഒഴിക്കുന്നുണ്ട്. ഈ ലിക്വിഡിന്റെ പേരാണ് SLES, സോഡിയം ലോറൽ ഈഥർ സൾഫേറ്റ്. ആ നമ്മളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. കൈകൊണ്ട് ഇളക്കണം, കൈകൊണ്ട് ഇളക്കുക. ഹാൻഡ് വാഷ് ഉണ്ടാക്കണം കഴിക്കുന്നു. മിക്സ് ചെയ്തു. വീണ്ടും നമ്മൾ 1/2 ലിറ്റർ വെള്ളം എടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ അടുത്തിട്ട് ചേർക്കുന്നത് സാൾട്ട്, അതായത് ഉപ്പ്. നമ്മളൊരു 200 ഗ്രാം സാൾട്ട് ചേർക്കുന്നു. ഏത് കെമിക്കലുകൾ മിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക. നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് റിസൾട്ട് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് 1/2 ലിറ്റർ വെള്ളം എടുക്കുന്നു. 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് സാൾട്ട് നമ്മൾ കലക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു. ഇപ്പോൾ ഇതിലേക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇത് ഓക്കെ. ഈ ലിക്വിഡ് നല്ല ലൂസാണ്, കണ്ടോ? മനസ്സിലായല്ലോ? ഈ സാൾട്ട് ലൈന് ചെല്ലുമ്പോൾ ഇത് നല്ല തിക്കായിട്ടത് മാറും. ഇതിനെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ടത് മാറും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും അവിടെ നടക്കുന്ന കെമിസ്ട്രി. ഓക്കെ, നമ്മൾ സാൾട്ട് ലൈനിലേക്ക് ഒഴിക്കുന്നു. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്യുന്നതോറും നല്ല ബുദ്ധിമുട്ടൊക്കെ പോകാൻ നല്ല വിളക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ട് മാറിക്കഴിഞ്ഞു. ഇതാണ് ഷാംപൂ ബേസ്. ഇതാണ് ഷാംപൂ ബേസ്. ഇങ്ങനെയാണ് ഷാംപൂ ബേസ് ഉണ്ടാക്കുക. SLES വെള്ളം, സാൾട്ട് ഇവ ചേർന്ന് കഴിഞ്ഞാൽ ഷാംപൂ ബേസ്. ഇതുപോലെ ചേർക്കട്ടെ ഷാംപൂ ബേസ്. ഇതിൽ ഇനി പല കെമിക്കൽ ആഡ് ചെയ്യുമ്പോൾ പല പ്രൊഡക്റ്റ് ആയിട്ട് ഇത് മാറും. ഇതിൽ പല കെമിക്കൽ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പേര് ഹാൻഡ് വാഷ്. ഇതേപോലെ പല കെമിക്കൽ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പേര് കാർ വാഷോ, പല കെമിക്കൽ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പേര് സാരി ഷാമ്പോ, പല കെമിക്കൽ ആഡ് ചെയ്യുമ്പോൾ ഇത് ഡിഷ് വാഷോ. അതായത് അത്രേ ഉള്ളൂ. ഷാമ്പു എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഷാമ്പു ബേസ് ആദ്യം ഉണ്ടാക്കണം. അതിനുശേഷം പല കെമിക്കലുകളിൽ ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് പല പല ഉൽപ്പന്നങ്ങൾ കിട്ടും. ഇത് തന്നെയാണ് ബോഡി ഷാമ്പു ഉണ്ടാക്കുന്നത്. ഇത് തന്നെയാണ് ഹെയർ ഷാമ്പു ഉണ്ടാക്കണ ബേസ്. മനസ്സിലായല്ലോ? SLES വെള്ളം, സാൾട്ട് ഇത് ചേർന്ന് ഇപ്പോൾ ഷാമ്പു ബേസ്. ഓക്കെ, ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. വീണ്ടും നമ്മളൊരു 1/2 ലിറ്റർ വെള്ളം എടുക്കുന്നു. ഷാമ്പു ജെൽ എന്നൊക്കെ പറയുന്നത്. വീണ്ടും 1/2 ലിറ്റർ വെള്ളം എടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ അടുത്ത കെമിക്കൽ വേണേ കൊക്കോഡൈ എഥനോൾ അമൈഡ്, CDE എന്ന് പറയും. ഷോർട്ട് നെയിം CDE എന്ന് പറയും. ഇത് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മുടെ കയ്യിൽ വല്ല അണുക്കളോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകാൻ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ പേരാണ് CDE, കൊക്കോഡൈ എഥനോൾ അമൈഡ്. അത് നമ്മൾ വെള്ളത്തിൽ കലക്കി ഒഴിക്കും. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് കൊക്കോഡൈ എഥനോൾ അമൈഡ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരില്ലാതെ പറയുള്ളൂ. CDE പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒന്നിൻ്റെയും ഫുൾ ടൈം പഠിച്ചേക്കേണ്ട ആവശ്യമൊന്നും
ഓക്കെ, വീണ്ടും നമ്മൾ ഹാഫ് ലിറ്റർ വെള്ളം എടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ അടുത്ത് ചേർക്കുന്നത് കളറാണ്. ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഏത് കളർ ചേർക്കണം ആദ്യം തീരുമാനിക്കാം. അതായത് നിങ്ങൾ ഏത് സ്മെല്ലാണ് ചേർക്കണേ അതനുസരിച്ച് കളറിന് മാറ്റി കൊടുക്കുക. നിങ്ങൾ പച്ചയാണ് ഉപയോഗിക്കണമെങ്കിൽ ചന്ദ്രികയുടെ മണോ അല്ലെങ്കിൽ മറ്റ് മെഡിസിൻ്റെ മണം നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഇത് വൈറ്റാണ് ഉണ്ടാക്കണമെങ്കിൽ ജാസ്മിൻ്റെ മണമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മളിവിടെ ചെയ്യുന്നത് ഒരു റെഡ് കളറാണ് ഉപയോഗിക്കണം. സ്ട്രോബെറി അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിൻ്റെ സ്മെല്ല് വരുന്ന ഒരു പെർഫ്യൂമാണ് നമ്മൾ ഉപയോഗിക്കണേ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കളറും അതേ കളറാണ്, അതായത് ഒരു റെഡ് കളർ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നു. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള കളറാണ്, അതായത് ബിരിയാണിക്ക് കിട്ടുന്ന കളറാണ്. നല്ല ജിലേബി ഉണ്ടാക്കുമ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന കളറാണ്. അത് ഫുഡ് കളറാണ്. ഈ കളർ നമ്മളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കളറ് റെഡായിട്ട് മാറും. ഓക്കെ, കളർ ആവശ്യത്തിനാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കളറൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പല കളർ മിക്സ് ചെയ്ത് പുതിയ കളറൊക്കെ കിട്ടും. നിങ്ങൾക്കറിയാലോ, പല കളർ മിക്സ് ചെയ്ത് പുതിയ കളർ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ഒഴിക്കുന്ന സാധനത്തിനാണ് ഫോർമാലിൻ. ഫോർമാലിൻ നിങ്ങൾ ഒരുപാട് കേട്ടിട്ട് കണ്ടിട്ടുണ്ടോ? ഫോർമാലിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ലാബിലൊക്കെ പോയി ഓരോ ജീവികൾ കിടക്കുന്നുണ്ടോ? അത് ഫോർമാലിനായിട്ടുള്ള കിടക്കണേ. പക്ഷേ ഇത് നിങ്ങൾ എല്ലാ ദിവസവും കൊണ്ടിട്ടുണ്ടോ? കൊണ്ടിട്ടെന്ന് മനസ്സിലായല്ലോ. മീൻ കേടാവാതിരിക്കുന്ന സാധനമാണ് ഫോർമാലിൻ. നിങ്ങളിത് കാലത്ത് മീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോർമാലിൻ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. പാല് കേടാതിരിക്കുന്ന സാധനമാണ് ഫോർമാലിൻ. ഡെഡ് ബോഡി അടിക്കാതിരിക്കുന്ന സാധനമാണ് ഫോർമാലിൻ. ഈ ഫോർമാലിൻ നമ്മൾക്ക് ഉപയോഗിക്കുന്നത് ഈ പ്രൊഡക്റ്റ് ഒരുപാട് കാലം ഇരിക്കുമ്പോൾ കേട് കൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഫോർമാലിൻ. ഒഴിക്കുന്ന നിർബന്ധം ഇല്ല, ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. നമ്മളിലേക്ക് ഫോർമാലിൻ ഒഴിച്ചു കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ഒരേ അരലിറ്ററിലേക്ക് വെള്ളത്തിലാണ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല. നിങ്ങൾ ഒരുമിച്ച് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല ലൂസായി പോകും. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. കുറഞ്ഞ് നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം. അപ്പോൾ കുറച്ച് വെള്ളം വെച്ച് നമ്മൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു നല്ല തിക്കായിട്ടത് മാറിയുണ്ട്. ഇനി തിക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം. നിങ്ങൾക്ക് ലൂസാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ഒഴിക്കുന്നത് സ്മെല്ല്. അവസാനമായിട്ട് സ്മെല്ല് ഒഴിക്കുന്നു. അതോടുകൂടി നമ്മുടെ ഹാൻഡ് വാഷ് നിർമ്മാണവും കഴിക്കുന്നു. ഇത്രയ്ക്കുള്ള ഹാൻഡ് വാഷ് നിർമ്മാണം. ഇത് കുറച്ച് നേരം ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആവും. അതായത് ഇപ്പോൾ ഇളക്കിപ്പോൾ പത വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഇപ്പോൾ ഇത് തെളിഞ്ഞ് വരും. അപ്പോൾ നല്ല ട്രാൻസ്പെറൻസി ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. അവസാനം നമ്മൾ പെർഫ്യൂം ഒഴിച്ചു. അതോടുകൂടി നമ്മുടെ ഹാൻഡ് വാഷ് നിർമ്മാണവും കഴിയും. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഹാൻഡ് വാഷിനെ കുറിച്ച്? ഇത്രയ്ക്കുള്ളൂ. ഇത് കാണാൻ വേണ്ടി ഇത്രയ്ക്കുള്ളൂ. ചോദ്യങ്ങൾ എന്തെങ്കിലും? മണം കിട്ടുന്നുണ്ടോ? മണം കിട്ടുന്നുണ്ടെങ്കിൽ മണം ഇത് പോയി നടത്തും. അല്ലാണ്ട് എനിക്ക് വിശപ്പ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന്ന് മണം പോയി കണ്ടെങ്കിൽ മണം കിട്ടിയത്. അതുകൊണ്ട് അവസാനം മണം ചേർക്കാൻ പാടുള്ളൂ. ആദ്യം മണം ചേർത്തിട്ട് മണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ചെയ്യുമ്പോൾ ഫാന കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ മണം പെട്ടെന്ന് ഔട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അവസാനം സ്മെല്ല് ചേർക്കുക. അപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് റെഡി ആയിട്ടുണ്ട്. ചോദ്യങ്ങൾ എന്തെങ്കിലും ഇല്ലാതെ നമുക്ക് മാറ്റാം. ഓക്കെ, ഗ്ലൗസ് ഇട്ട് ചെയ്യണമെങ്കിൽ ഗ്ലൗസ് ഇട്ട് ഇരിക്കുന്നത് ഗ്ലൗസ് മാറ്റാൻ പറഞ്ഞാൽ ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ പറ്റിയ പണികളല്ല. ഇത് വേണമെങ്കിൽ മെഷീൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. മെഷീൻ ഉപയോഗിച്ചാണെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ പൈപ്പ് കളിക്കുന്നതിൻ്റെ റിസൾട്ട് കറക്റ്റ് ആയിരിക്കില്ല. കയ്യിന് ഏറ്റവും നല്ലത്. നന്നായി കിടണ്ടോ? നന്നായി കിടണ്ടോ? അടുത്തോട് കിടക്കാൻ ഓക്കെ, വേറെ ആരെങ്കിലും ഒന്ന് ചെയ്യട്ടോ. അവനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണ്ട. വേറെ ആരെങ്കിലും ഒന്ന് ചെയ്യണോ? വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? ഓക്കെ, ഇതേപോലത്തെ കുട്ടി നമുക്ക് വാങ്ങി കിട്ടും. കുട്ടി നമുക്ക് ഫില്ല് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഓക്കെ, കുപ്പിലേക്ക് ഒഴിക്കുകയാണ്. നല്ല കുപ്പി ഒഴിക്കുന്നതിനാണ് ട്രാൻസ്പെറൻ്റ് ആവും. ഓക്കെ,
മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഡിസൈൻ കുപ്പികൾ കിട്ടുമായിരിക്കും, പാക്ക് ചെയ്യാം. ഇത് കുറച്ച് നേരം അറിയാൻ പറ്റും. ഇതിങ്ങനെ ഇങ്ങനെ പറ്റി വരും. അപ്പോൾ കുപ്പി ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരിക്കലും 1 ലിറ്റർ കൊടുക്കാൻ പാടില്ല. 1 ലിറ്ററിൽ കൊടുക്കാനുള്ള പ്രശ്നം ആ ഒരു വീട്ടിൽ 4-5 മാസമുള്ള സാധനമായിരിക്കും. 4-5 മാസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരു സാധനം വാങ്ങുള്ളൂ. കൊടുക്കുമ്പോൾ ഹാഫായിട്ട് കൊടുക്കും. ഹാഫായിട്ട് കൊടുത്താൽ പെട്ടെന്നത് തീരുള്ളൂ. പെട്ടെന്ന് തീർന്നാൽ നമ്മുടെ വീണ്ടും ഉണ്ടായി കഴിഞ്ഞ ശേഷം ഒഴിച്ചു കൊടുക്കും. നിങ്ങൾ കൊണ്ടു ചെല്ലുമ്പോൾ ഏറ്റവും മണിപ്പിച്ച് വെക്കും. മണിപ്പിക്കുമ്പോൾ നല്ല മണമുണ്ടോ, പിന്നെ മണം പോയാലും പ്രശ്നമില്ല. ഒരു തുള്ളി പെർഫ്യൂം കുപ്പിയൊക്കെ എണ്ണ കട്ടി കൊണ്ടു ചെല്ലുക. അടുത്ത് ചെല്ലുമ്പോൾ നല്ല മണം കഴിഞ്ഞ് പിന്നെ മണത്തെ കുറിച്ച് കംപ്ലൈന്റ് പറയില്ല. അപ്പൊ നമ്മള് ഓരോ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? നേരത്തെ ഹാർപിക്ക് ഉണ്ടാക്കി പഠിപ്പിച്ചു പറഞ്ഞു തന്നിട്ടുണ്ടോ? ഹാർപിക്ക് എന്തിനാ ഞെക്കി കാണിക്കണമെന്ന് അറിയോ? അഡ്വർടൈസ്മെന്റിൽ ഹാർപിക്ക് ഞെക്കി കാണിക്കുന്നത് എന്തിനാണെന്ന് പരസ്യങ്ങളുടെ മന്ത്രത്തിൽ എന്ത് ചെയ്യും? ഹാർപിക്ക് അതുപോലെ ഞെക്കും ചെയ്യും. ഒരാഴ്ച ഹാർപിക്ക് പേസ്റ്റിന്റെ പരസ്യം കണ്ടുണ്ടോ? പേസ്റ്റ് ഇവിടെ തുടങ്ങി ഇവിടെ എടുത്ത് നിങ്ങൾ അങ്ങനെ എടുക്കാറുണ്ടോ? എടുക്കാതെ നിങ്ങൾക്കറിയാലോ. അതായത് പരസ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്നത് തീരും. പല സോപ്പുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ പതപ്പിക്കുന്നുണ്ട്. പതപ്പിക്കുന്നത് ഞാൻ അറിയും. നിങ്ങൾ അതേപോലെ തന്നെ സോപ്പ് വാങ്ങുകയും ചെയ്യും. അതേപോലെ തന്നെ പതപ്പിക്കുകയും ചെയ്യും. സോപ്പ് പെട്ടെന്ന് തീരും. അതുകൊണ്ടാണ് നമ്മളുണ്ടാക്കുന്ന പ്രൊഡക്റ്റിനും ഇങ്ങനെ ഡെമോ പറഞ്ഞു കൊടുത്താലേ ജനങ്ങൾ അങ്ങനെ ഉപയോഗിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഹാൻഡ് വാഷ് കൂടി ചോദ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യുന്നത് മൾട്ടി പർപ്പസ് ലിക്വിഡ് സോപ്പ്. നമ്മൾ മുമ്പ് കാര്യങ്ങൾ ചെയ്ത് ഓർമ്മയിലുണ്ടോ? മൾട്ടി പർപ്പസ് ലിക്വിഡ് സോപ്പ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഓർമ്മയുണ്ടോ? ഉണ്ടായിരുന്നു. അത്ര പെട്ടെന്ന് മൾട്ടി പർപ്പസ് ലിക്വിഡ് സോപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആവയുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരുന്നു. 1 ലിറ്ററിന്റെ 900 രൂപയാന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ഉണ്ടാക്കി 20 കിലോ ചിലവെന്നൊക്കെ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ഓക്കെ, വേറൊന്നല്ല, നമ്മൾ ആദ്യം ഒരു 4 ലിറ്റർ വെള്ളം, 4 ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ടത് കാസിക് സോഡ 150 ഗ്രാം കാസിക് സോഡ. അതിലേക്ക് നമ്മൾ 1 ലിറ്റർ സ്ലറി ഒഴിച്ചു. ഓർമ്മയുണ്ടോ? അത് കുറച്ചേരം എടുത്ത് വയ്ക്കുമ്പോൾ നല്ല തിക്കാവെന്ന് പറഞ്ഞിരുന്നു. വീണ്ടും എടുത്ത് വയ്ക്കുമ്പോൾ നല്ല ചൂടാറെന്ന് പറഞ്ഞിരുന്നു. പിന്നെ എടുത്ത് വയ്ക്കുമ്പോൾ നല്ല കട്ടി വരുന്നൊക്കെ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ഓക്കെ, അതൊക്കെ റെഡി ആയിട്ടില്ല. റെഡി ആവണമെങ്കിൽ ഏകദേശം 8-9 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയണത് കെമിക്കലുകൾ ഉണ്ടാക്കുമ്പോൾ ഇന്ന് കലക്കി വയ്ക്കുക, നാളെ കാലത്ത് ഉണ്ടാക്കുക. ഏറ്റവും നല്ല സമയം ഏത് കെമിക്കൽ മിക്സ് ചെയ്യുമ്പോഴും ഏറ്റവും നല്ല സമയം ഇന്ന് വൈകിട്ട് കലക്കി വയ്ക്കണം. നാളെ കാലത്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ നന്നായിട്ടത് ചൂടാറിയിട്ടുണ്ടാവും. നന്നായിട്ടത് ചൂടാറിയിട്ടില്ല. നേരത്തെ പറഞ്ഞത് കാസിക് സോഡ അപകടമായെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇല്ലേ? കാസിക് സോഡ അപകടമായെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ സ്ലറിയും അപകടമായെന്ന് പറഞ്ഞിരുന്നു. കാസിക് സോഡ ആൽക്കലിയാണ്, സ്ലറി ആസിഡാണ്. രണ്ടും കൂടി ചേർന്നപ്പോൾ അതിന് അപകടം ഇനി ഇല്ല. ഇതിന് ദേഹത്തോടായ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ നിറവും മണവുമായിട്ട് ഇത് പല പല പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിൽ പച്ചക്കളർ ചേർത്താൽ ഇതിന് പേര് പ്രില്ല്, മഞ്ഞ കളർ ചേർത്തതിന് പേര് വിം ഡ്രോപ്പ്, റെഡ് കളർ ചേർത്താൽ ഹാൻഡ് വാഷ്, കാര്യങ്ങൾ ചേർത്താൽ കാർ വാഷ്, കാര്യങ്ങൾ കളർ ചേർത്താൽ സാരി വാഷ്. അപ്പോൾ ഒരൈറ്റം നിങ്ങൾ പഠിച്ചാൽ മതി. കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പല പല പ്രൊഡക്റ്റ് ഇത് മാറും. അപ്പം അത്രയ്ക്ക് വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് 10 ഐറ്റം ഒരുമിച്ച് പഠിക്കാൻ പറ്റും. 10 ഐറ്റം ഒരുമിച്ച് പഠിച്ചപ്പോൾ ഒരൈറ്റം കൂടി ഫ്രീ തരാം. നിങ്ങൾ അമ്പലപ്പറമ്പിനും പള്ളിപ്പറമ്പിനും കണ്ട പോളോ ചെയ്യുന്നത്, അമ്പലപ്പറമ്പിൽ കണ്ടല്ലോ ഇങ്ങനെ പോളോ കെട്ടുന്നത്, അതുണ്ടാക്കുന്നത് ഈ ലിക്വിഡ് സോപ്പ് കൊണ്ടാണ്. ഇതുകൊണ്ട് പലരും 3000-4000 വരെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ? ഇതിൽ കുറച്ച് യൂറിയ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബബിളിൻ്റെ എണ്ണം കൂടും. അങ്ങനെ ബബിളിൻ്റെ എണ്ണം കൂടും. കുറച്ച് യൂറിയ ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് വീണ്ടും വെള്ളം ചേർക്കുന്നു. 4 ലിറ്റർ വെള്ളം എടുത്തു. അതിലേക്ക് നമ്മൾ 150 കാസിക് സോഡ ചേർത്തു. അതിൽ 1 ലിറ്റർ സ്ലറി ചേർത്തു. വീണ്ടും നമ്മൾ ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കുന്നു. ഓക്കെ, ഇതിലേക്ക് നമ്മൾ വീണ്ടും 1/2 ലിറ്റർ വെള്ളം എടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ അടുത്ത കെമിക്കൽ വരുന്ന സോഡിയം സൾഫേറ്റ്. സോഡിയം സൾഫേറ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എണ്ണയെ വിഘടിപ്പിക്കാനാണ്. പാത്രങ്ങളിൽ എണ്ണ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇളക്കി മാറ്റാൻ ചേർക്കുന്ന കെമിക്കൽ വരുന്ന സോഡിയം സൾഫേറ്റ്. അപ്പോൾ 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ സോഡിയം സൾഫേറ്റ് ഇട്ട് കൊടുക്കും.
ഓക്കെ, സോഡിയം സൾഫേറ്റ് ചെന്നപ്പോൾ ഇതൊക്കെ വീണ്ടും തിക്കായിട്ട് മാറി. ചേർക്കുന്നത് തിക്കായിട്ടത് മാറിക്കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഹാഫ് ലിക്വിഡ് എടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ അടുത്ത ചേർന്നത് കളറാണ്. ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ചേർക്കാം. ഇന്ന് നമ്മളോട് ചേർക്കുന്ന കളറ് പച്ചയാണ്. ഈ കളർ നിങ്ങൾക്ക് പരിചയമുള്ള കളറാണ്, ഫുഡ് കളർ തന്നെയാണ്. പച്ചകൾ നമ്മൾ ഇതിൽ ചേർക്കുന്നു. ഇനി ഇതിൻ്റെ കളറ് പച്ചയായിട്ട് മാറും. ഓക്കെ, വീണ്ടും നമ്മൾ ഹാഫ് ലിക്വിഡ് എടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ അവസാനം ചേർക്കുന്നത് മണാണ്, സ്മെല്ലാണ് അവസാനം ചേർക്കുകയാണ്. അതുകൂടി കൂടി ചേർത്ത് കഴിയുമ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ നിർമ്മാണവും കഴിഞ്ഞു. മണം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പാത്രം കഴുകാനുള്ള സോപ്പാണ് ഉണ്ടാക്കണമെങ്കിൽ ഒരിക്കലും ഹാർഡ് സ്മെൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതിൽ മുല്ലപ്പൂവിൻ്റെ മണം, ചമ്പത്തിൻ്റെ മണമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ പാത്രത്തിലേക്ക് കയർ പിടിക്കും. ലൈറ്റ് ആയിരിക്കുന്ന നാരങ്ങയുടെ സ്മെൽ നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അതോടുകൂടി നമ്മുടെ മൾട്ടി പർപ്പസ് നിർമ്മാണം കഴിഞ്ഞു. മാർക്കറ്റിൽ ഇപ്പോഴത്തെ വില ആമ കൊടുക്കുന്ന 900 രൂപ, മാർക്കറ്റ് വില 250 രൂപ, നമുക്ക് ഉണ്ടാക്കുന്ന 20 രൂപ. അപ്പോൾ ഇത്രയ്ക്കുള്ളതിൻ്റെ നിർമ്മാണം. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ക്ലിയറാണ്. മനസ്സിലായിട്ടാണോ മനസ്സിലാവാനായിട്ടുള്ള ചോദ്യങ്ങളില്ലാത്ത? കപ്പിൽ വെള്ളം എടുത്തിട്ട് അതിൽ ആഡ് ചെയ്തിട്ടില്ലേ ഒഴിക്കുന്നത് കെമിക്കൽസ്? അതെ അതെ, അത് ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കാൻ പറ്റില്ല. ഡയറക്റ്റ് ഒഴിക്കാൻ പാടുന്നത് പറഞ്ഞല്ലോ. ഏത് കെമിക്കലുകളും നന്നായിട്ട് മിക്സ് ആണെങ്കിൽ വെള്ളത്തിൽ ഡയറക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് പോകും. നിങ്ങളിപ്പോൾ ഒരു ഇതിലേക്ക് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ ശരിക്കും എടുക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ കെമിക്കലും വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതി. എന്ത് സാധനം ചെയ്യുകയും വെള്ളത്തിൽ കലക്കിയാൽ ഉപയോഗിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും ഒന്നുമില്ല. ചോദ്യങ്ങൾ എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കാം. അടുത്തിരിക്കുന്ന ആൾക്ക് അത്ര പോലെ വിവരമൊന്നും ഉണ്ടാവില്ല. പണ്ടത്തായിരിക്കും ചിലപ്പോൾ പറഞ്ഞു തരാം. എന്തെങ്കിലും ഒന്നുമില്ല, ചോദ്യങ്ങളൊന്നുമില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് പോകണം ഡിഷ് വാഷ്. ഓർമ്മയുണ്ടോ? ഡിഷ് വാഷ് ഈ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ ഒരു കാര്യം ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? എന്താണ് ചെയ്തത്? മറന്നു. 2 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 250 ഗ്രാം എസൻസ് കൊണ്ട് കലക്കി വെച്ചിരുന്നു. ഹാൻഡ് വാഷ് ഉണ്ടാക്കണ പോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. അതിൻ്റെ ഫോർമുലകളിൽ ചെറിയൊരു വ്യത്യാസമുണ്ടോ, പക്ഷേ ഉണ്ടാക്കണ ഓക്കെ. വീണ്ടും നമ്മൾ ലിക്വിഡ് എടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്ന സാധനത്തിൻ്റെ പേര് SLES, സോഡിയം ലോറൽ ലേതർ സൾഫേറ്റ്. നമ്മളിലേക്ക് ഒഴിക്കുന്നു. ഓക്കെ, ഇത് തമ്മിൽ മിക്സ് ചെയ്തു. വീണ്ടും നമ്മൾ ഹാഫ് ലിറ്റർ വെള്ളം എടുക്കുന്നു. അതിലേക്ക് ഇടുന്ന സാധനത്തിന് പേര് സാൾട്ട്, അതായത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഇത് നമ്മൾ വീട്ടാശിന് ഉപയോഗിക്കുന്ന ഉപ്പല്ല, കറിക്ക് ഉപയോഗിക്കുന്ന ഉപ്പല്ല. ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ഉപ്പാണ്. വാക്കം സാൾട്ട് എന്ന് പറയും. വീട്ടാശിന് ഉപയോഗിക്കുന്ന ഉപ്പിലേക്ക് ചേർത്തുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ വീട്ടാശിന് ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെ വില 15 രൂപയാണ്. ഇതിൻ്റെ വില 5 രൂപയാണ്. പിന്നെ ഇതിൽ അയഡിൻ ഉണ്ടാവില്ല, ഭക്ഷണത്തിൽ ഉപയോഗിക്കാനും പാടില്ല. ഓക്കെ, മനസ്സിലായാലും നേരത്തെ കണ്ട പോലെ തന്നെ ഇപ്പോൾ ഇവർ കാണിച്ചിരുമ്പോൾ ഷോ കാണിക്കുന്ന ഇത് ചെയ്യുമ്പോൾ കണ്ടോ, ഇത് പച്ചളം പോലെ ഇരിക്കുകയാണ്. സാൾട്ട് ലാൻഡ് ചെയ്യുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് മാറും. ഓക്കെ, ഇപ്പം നല്ല തിക്കായിട്ട് മാറിക്കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് നല്ല തിക്ക് വേണമെന്നുണ്ടെങ്കിൽ സാൾട്ടിനോട് കൂട്ടിക്കൊടുക്കുക. സാൾട്ടിനോട് കൂട്ടും തോറും നല്ല തിക്കായിട്ട് വരും. നല്ല തിക്ക്, അതായത് സാൾട്ട് കൂടും തോറും പത കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ പതയാണ് വേണ്ടത്, തിക്കാണ് വേണ്ടാലും തീരുമാനം. ഓക്കെ, നല്ല തിക്കാണത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇതാണ് ചേർക്കാൻ കളറ് മഞ്ഞയാണ്. അപ്പോൾ ഇതിന്റെ പേര് ബിം ഡ്രോപ്പ് എന്നായിട്ട് മാറി. മാർക്കറ്റിൽ നിന്ന് ആ കളറായിട്ടത് മാറും. മഞ്ഞ കളർ നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കണം.
ഓക്കെ, ഇപ്പൊ മഞ്ഞ കളർ ആയി കഴിഞ്ഞു. വീണ്ടും നമ്മൾ 6 ലിറ്റർ വെള്ളം എടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ സിട്രിക് ആസിഡ് കണ്ടിട്ടുണ്ടോ? സിട്രിക് ആസിഡ് ചേർക്കുന്നു. നിങ്ങൾ വിമിന്റെ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടോ? 100 നാരങ്ങ ശക്തി കണ്ടിട്ടുണ്ടോ? 100 നാരങ്ങ ഒഴിക്കണം. സിട്രിക് ആസിഡ് ഇട്ട് കൊടുക്കണം. ഇതാണ് 100 നാരങ്ങയുടെ ശക്തി വരുന്ന സിട്രിക് ആസിഡ്. 50 ഗ്രാം സിട്രിക് ആസിഡ് നമ്മളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. സിട്രിക് ആസിഡ് നമ്മളിലേക്ക് ചേർക്കുന്നത് നമ്മുടെ പാത്രങ്ങളുടെ അടിയിൽ വെള്ളം പോരാനും നല്ല തിളക്കം കിട്ടാനാണ് സിട്രിക് ആസിഡ് ചേർക്കുന്നത്. ഓക്കെ, അത് നമ്മളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് മണം ചേർക്കുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ നാരങ്ങളുടെ കുറച്ച് നമ്മളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതോടുകൂടി നമ്മുടെ ഡിഷ് വാഷ് നിർമ്മാണവും ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഡിഷ് വാഷ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ചോദ്യങ്ങളൊന്നുമില്ലെങ്കിൽ ഇത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? രഹസ്യത്തിൽ വന്ന് ആരും ചോദിക്കരുത്, എല്ലാം പരസ്യമായിട്ട് വേണം. ഒന്നുമില്ല. ഓക്കെ, എന്നാൽ പിന്നെ നമ്മളിപ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കാൻ പോവാം. ഈ സോപ്പ് ഉണ്ടാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരിക്കലും നട്ടുച്ച നേരത്തെ സോപ്പ് ഉണ്ടാക്കരുത്. നല്ല ചൂടാണ്. ചൂടായി നിൽക്കുമ്പോൾ സോപ്പ് സെറ്റാവാൻ സമയമുണ്ട്. രാവിലെ തന്നെ സോപ്പ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾ ഏത് സോപ്പ് കമ്പനിയിൽ പോയാലും അവർ സോപ്പ് ഉണ്ടാക്കുന്ന രീതി രാവിലെ തന്നെ സോപ്പ് ഉണ്ടാക്കും. രണ്ടാം സോപ്പ് തണുക്കാൻ വയ്ക്കും, സെറ്റാവാൻ വേണ്ടി വയ്ക്കും. പിറ്റേ ദിവസം രാവിലെ ആ സോപ്പ് അവർ മുറിക്കും. മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഡൈ മെഷീനിൽ വെച്ച് അടിച്ച് സോപ്പ് പരുപ്പെടുത്തും. ഇപ്പം നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് രാവിലെ നമ്മൾ കാസോടെ വെള്ളത്തിലിട്ട് വെച്ചു, കുറച്ച് സമയം കഴിയാതെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഉച്ചയാവും. നട്ടുച്ചേർന്ന് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഉറച്ചു കിട്ടാൻ ചെറിയൊരു സാവകാശം വരും. നമ്മുടെ എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലിസറിൻ സെപ്പറേറ്റ് ആവുന്നതാണ് ഉച്ച നേരത്തെ സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രശ്നം. നമുക്ക് വേറെ വൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ സോപ്പ് ഉണ്ടാക്കാം. ഏതായാലും നിങ്ങൾക്ക് കുളിക്കുന്ന സ്വഭാവമുണ്ടോ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ, വല്ലപ്പോഴും കുളിക്കണം. അങ്ങനെ ശരിയായ ശീലമനുസരിച്ച് രാവിലെ കുളിച്ചിട്ട് വേണം ഇറങ്ങാൻ. രാവിലെ കുളിച്ചില്ലെങ്കിൽ അടുത്തിരിക്കുന്നവർ നമ്മളെ നാറി എന്ന് വിളിച്ചു കളയും. അത് നെയ്ങ്ങിരിക്കുമ്പോൾ കുട്ടികളൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമിച്ച കാര്യമില്ല. വൈകുന്നേരം എന്തായാലും കുളിക്കണം, കുളിക്കാതെ കിടക്കരുത്. കാരണം കൂടെ കിടക്കുന്നവർക്ക് നാറിക്കഴിഞ്ഞാൽ അതുമായിട്ട് ഡൈവോഴ്സ് ചെയ്യേണ്ടി വരും. അപ്പം ചില കുട്ടികൾ പറയും, സാറേ കൂടെ കിടക്കാൻ ആരുമില്ല, അതിന് കുളിക്കുന്നല്ലോ. സാരമില്ല, ഭാവിയിൽ ആരെങ്കിലുമൊക്കെ കൂടെ കിടക്കുമെന്ന വിചാരത്തോടെ ഇപ്പൊ കുളിച്ചിട്ട് ശീലിക്കുക കേട്ടോ. എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ. കുളി നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. കുളിക്കാൻ എന്ത് വേണം? സോപ്പ് വേണം. വെള്ളം ഇല്ലെങ്കിലും കുളിക്കാൻ പറ്റും, സോപ്പില്ലെങ്കിൽ നമുക്ക് കുളിക്കാൻ പറ്റില്ല അല്ലേ? ഏതായാലും കുളിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യകരമായ ഗുണങ്ങളുണ്ട് എന്ന് കരുതി നമ്മൾ കുറേ സോപ്പ് തേച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഒരു സോപ്പിന്റെ പരസ്യത്തിൽ പ്രിയ നടി ഭാവന വരുന്നുണ്ട്. അല്ലെ, ഭാവന വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അല്ലേ? എന്തായാലും തിരുവനന്തപുരത്ത് വലിയ സിനിമ ഫെസ്റ്റിവൽ നടക്കുകയാണ്, ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന വേദിയിൽ ഭാവന വന്നത് വലിയ വാർത്തയായി. മാത്രമല്ല, ഭാവന വീണ്ടും സിനിമയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് മറ്റൊരു വലിയ വാർത്തയാണ്. എന്നാലും ഭാവനയുടെ ഒരു പരസ്യമുണ്ട്. ആ പരസ്യം രാധാസ് സോപ്പിന് വേണ്ടിയാണ്.
നമുക്ക് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സോപ്പ് എൻ്റെ അഭിപ്രായത്തിൽ ചന്ദ്രിക സോപ്പാണ്. നമുക്ക് ആർക്കും പക്ഷെ വേണ്ട, ഇഷ്ടമല്ല, വേഗം അലിഞ്ഞു പോകും. ഒരു കാര്യം മനസ്സിലാക്കുക, വേഗം അലിയുന്ന സോപ്പുകളാണ് എപ്പോഴും നല്ല സോപ്പുകൾ. അലിയാത്ത സോപ്പുകൾ അലിയാതിരിക്കുന്നതിന് കാരണം ഒന്ന് പാറപ്പൊടിയാണ്. പാറപ്പൊടിക്ക് കൃത്യമായ പേര് പറഞ്ഞാൽ ടാൽക്കം പൗഡർ. നമ്മൾ ഈ മുഖത്തിടുന്ന പൗഡറിന് പറയുന്ന പേരാണ് ടാൽക്കം പൗഡർ. ടാൽക്കം എന്ന് പറയുന്ന പ്രത്യേക തരം ഒരു പാറയുണ്ട്. ആ പാറ പൊടിച്ചെടുക്കുന്ന പൊടിയാണ് നമ്മൾ മുഖത്തിടുന്ന ടാൽക്കം പൗഡർ എന്ന് പറയുന്നത്. ഈ ടാൽക്കം പൗഡർ ചേർക്കുമ്പോഴാണ് സോപ്പ് സ്ട്രോങ് ആകുന്നത്. 1 കിലോ ടാൽക്കം പൗഡറിന്റെ വില കേട്ട് ഞെട്ടരുത്, 9 രൂപ. അത് വെറും മണ്ണാണ്. ആ മണ്ണ് സോപ്പിലിടുമ്പോഴാണ് സോപ്പിന്റെ അലിച്ചിൽ കുറയുന്നത്. പിന്നെ സോപ്പിന്റെ അലിച്ചിൽ കുറയാൻ നമ്മൾ ചെയ്യുന്നത്, ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചു തന്നിരുന്നു, സോഡിയം സിലിക്കറ്റ്. സോഡിയം സിലിക്കയുമായി ചേർത്ത് 600 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ ഒരു ദ്രാവകമായിട്ട് അത് ഉരുകും. ഉരുകിയ സാധനത്തിന് വേറൊരു പേര് പറയും ഗ്ലാസ് ലിക്വിഡ്. ഗ്ലാസ് ഉണ്ടാക്കാനുള്ള ലിക്വിഡ്. അത് സോപ്പിലേക്ക് ഒഴിച്ചു കൊടുത്താൽ സോപ്പ് അലിയില്ല. അതുകൊണ്ട് അലിച്ചിലില്ലാത്ത സോപ്പുകളൊന്നും നല്ലതല്ല. ചന്ദ്രിക കഴിഞ്ഞാൽ ഏറ്റവും നല്ല സോപ്പ് എന്ന് പറയുന്നത് രാധാസാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ രാധാ സോപ്പിട്ട് കുളിക്കണം. എൻ്റെ പുറത്തിറങ്ങിയാൽ ആളുകൾ ഇങ്ങനെ മണം പിടിച്ചു വരും, ഉറപ്പാ. കാരണം ശരീരത്തിന് മണം നൽകുന്ന സോപ്പ് തന്നെയാണ് രാമച്ചത്തിൻ്റെ കുളിര്, കസ്തൂരി മഞ്ഞളിൻ്റെ കാന്തി എന്നൊക്കെ പരസ്യത്തില്. പക്ഷെ ആ പരസ്യത്തില് നമ്മുടെ നമ്മുടെ ഭാവന വരുന്നത് വലിയ രസമാണ് കേട്ടോ. അതിൽ ഭാവന പറയുന്നത് എൻ്റെ ചർമ്മത്തിന്റെ രഹസ്യം എന്നാണ്. ആ രഹസ്യം കണ്ടാൽ ആരായാലും ആ സോപ്പ് വാങ്ങിപ്പോകും. ആ സോപ്പ് കൊണ്ടൊന്ന് ഒരയോടൊരയാണ്. ഒരച്ചൊരച്ചൊരച്ചൊരു കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഇതുപോലെ അതതുപോലെ. സോപ്പ് മാത്രം തെഞ്ഞ് തീർന്നു പോകും. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സോപ്പും നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നില്ല. നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഒരു സോപ്പിനും കഴിയില്ല. പക്ഷേ സോപ്പ് തേച്ച് കുളിക്കുമ്പോൾ, നമ്മുടെ അഴുക്ക് പോകുമ്പോൾ, നമ്മൾ ഫ്രഷ് ആകുമ്പോൾ ആരെയായാലും കാണാനൊരു ഭംഗി വരും. നിങ്ങൾ ആരായാലും ആകെ ക്ഷീണിച്ച് വലഞ്ഞ് വിയർത്ത് കുളിച്ച് പൊടി പിടിച്ച് വരുമ്പോൾ നിങ്ങളെ കാണാൻ ഭംഗിയില്ല. ഒരു കുളി കഴിയുമ്പോൾ ആർക്കായാലും ഭംഗി വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് കുളിക്കുക. ശരി, അപ്പൊ ഏതായാലും സോപ്പ് നിർമ്മാണം എങ്ങനെയാണെന്ന് പരിചയപ്പെടാം പ്ലീസ്. വളരെ വളരെ ലളിതമായ ഒരു ചടങ്ങാണ് സോപ്പ് നിർമ്മാണം. ഇത് സോപ്പ് ഉണ്ടാക്കാണ്ടിരിക്കുന്ന എണ്ണ. ഈ എണ്ണ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇത് വേസ്റ്റ് എണ്ണയാണ്, നല്ല എണ്ണയല്ല. ശുദ്ധമായ വെളിച്ചെണ്ണ കൊണ്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുക, കുളിക്കുന്ന സോപ്പ് ഉണ്ടാക്കുക. പക്ഷെ പ്രശ്നം എണ്ണയുടെ വില. 180 രൂപ വിലയുള്ള വെളിച്ചെണ്ണ കൊണ്ട് സോപ്പ് ഉണ്ടാക്കിയാൽ ഒരു കഷ്ണം സോപ്പ് 100 ഗ്രാം എടുക്കുമ്പോൾ അതിന് 18 രൂപയുടെ വെളിച്ചെണ്ണ മാത്രം വരും. അപ്പം മുതലാവില്ല. അപ്പം മുതലാവാത്തത് കൊണ്ട് നമ്മൾ ചെയ്തിരുന്ന രീതി പകുതി വെളിച്ചെണ്ണയും പകുതി പാം ഓയിലും എടുക്കരുത്. പക്ഷെ ഇപ്പൊ പ്രശ്നം നിങ്ങൾക്കറിയാമോ, പാം ഓയിലിന് വെളിച്ചെണ്ണയോളം വിലയായി. പാം ഓയിലിന്റെ വില ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അപ്പൊ പിന്നെ വെളിച്ചെണ്ണയിൽ മായം ചേർക്കാൻ, പാം ഓയിൽ ചേർക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എടുക്കാവുന്ന കാര്യം സെക്കൻഡ്സ് എന്ന് പറയുന്ന ഓയിലുണ്ട്. ഫസ്റ്റ് അല്ല, ഫസ്റ്റ് 180 രൂപ വരുമ്പോൾ ഒരു 120 രൂപയൊക്കെ കൊടുത്താൽ സെക്കൻഡ്സ് എന്ന് പറയുന്ന എണ്ണ കിട്ടും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കുളിക്കുന്ന സോപ്പൊക്കെ ഉണ്ടാക്കുക. ഞാനിന്ന് ഉണ്ടാക്കുന്നത് കുളിക്കുന്ന സോപ്പല്ല, അലക്കുന്ന സോപ്പാണ്. എങ്ങനെയാണ് സോപ്പ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേസ്റ്റ് എണ്ണയിൽ സോപ്പ് ഉണ്ടാക്കും. ഏത് മൃഗത്തിന്റെ കൊഴുപ്പും ഏത് സസ്യത്തിന്റെ എണ്ണയും സോപ്പായിട്ട് മാറും. അതുകൊണ്ട് നല്ല ഒന്നാന്തരം പോത്തിന്റെ നെയ്യുണ്ടെങ്കിൽ ഇട്ടിവിട്ട് സോപ്പ് ഉണ്ടാക്കാം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരുപാട് ന്യൂഡിൽ സോപ്പുകളെല്ലാം തന്നെ മൃഗക്കൊഴുപ്പുകളാണ്. ന്യൂഡിൽ സോപ്പുകളില്ലേ, അതെല്ലാം മൃഗക്കൊഴുപ്പുകളാണ്. അതേസമയം നമ്മൾ വാങ്ങുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ കൊണ്ടുണ്ടാക്കുന്ന സോപ്പുകൾ, നേരത്തെ പറഞ്ഞ ചന്ദ്രിക, രാധാസ്, കുറ്റാലം, അമൃത, മെഡിമിക്സ്, ജീവ, ഈ വക സോപ്പുകളെല്ലാം വെളിച്ചെണ്ണ കൊണ്ടുണ്ടാക്കുന്ന സോപ്പുകളാണ്. പക്ഷെ വെളിച്ചെണ്ണ കൊണ്ടുണ്ടാക്കുന്ന സോപ്പുകളാണ് വേഗം അലിഞ്ഞു പോകുന്നത്, നമുക്ക് ഇഷ്ടപ്പെടാത്തത്. ശരി, ഇവിടെ ഞാൻ വേസ്റ്റ് എണ്ണ എടുക്കുന്നു. എന്താണ് വേസ്റ്റ് എണ്ണ? കാറിപ്പോയ എണ്ണ, കേടായിപ്പോയ എണ്ണ, അല്ലെങ്കിൽ കേടുവന്ന് കൊപ്രയിൽ നാട്ടിയെടുക്കുന്ന എണ്ണ. ഇതും അല്ലെങ്കിൽ കോഴി വറുത്ത എണ്ണ. എൻ്റെ കയ്യിലുള്ളത് കോഴി വറുത്ത എണ്ണയാണ്. എൻ്റെ കയ്യിലുള്ളത് കോഴി വറുത്ത എണ്ണയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ അപൂർവം ചില കുട്ടികൾ വെജിറ്റേറിയൻ ആയിട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. ഈ വെജിറ്റേറിയൻസ് മനസ്സിലാക്കുക, നമ്മൾ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനങ്ങളൊന്നും വെജിറ്റേറിയൻ അല്ല. ഡാൽഡ എന്ന സാധനം അത് വെജിറ്റേറിയൻ അല്ല, അതിൽ ധാരാളമായിട്ട് മൃഗക്കൊഴുപ്പ് ചേർക്കും. ചില കുട്ടികളൊക്കെ വെജിറ്റേറിയൻസ് ഒക്കെ ഐസ്ക്രീം തിന്നും. ഐസ്ക്രീം എന്ന് പറഞ്ഞാലേ വെജിറ്റേറിയൻ അല്ല. കാരണം ഐസ്ക്രീമിനകത്ത് എപ്പോഴും
കൊഴുപ്പ് ചേർന്ന് വരുന്നുണ്ട്. കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ക്രീം എന്ന് പറയുന്നത് മൃഗങ്ങളുടെ കുടലാണ് പ്രധാനമായിട്ടും അതിന് അസംസ്കൃത വസ്തു. നാം കൊല്ലുന്ന കോഴിയുടെയും ഇരുട്ടൽ നിന്ന പന്നിയുടെയും ഒക്കെ കുടലാണ് ഐസ്ക്രീമിലേക്കുള്ള ക്രീം പൗഡറായിട്ട് അവർ അറേഞ്ച് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും നമ്മൾ തിന്നുന്ന സാധനങ്ങളെല്ലാം തന്നെ യെസ് വെജിറ്റേറിയൻ ആണെന്ന് പറയുമ്പോൾ വാശി പിടിക്കാൻ പറ്റില്ല. മൃഗക്കൊഴുപ്പ് ഏത് മൃഗത്തിന്റെ കൊഴുപ്പ് കൊണ്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. ലോകത്തെ ഏറ്റവും കൂടുതൽ പന്നി തിന്നുന്നത് അമേരിക്കക്കാരാണ്. അമേരിക്കക്കാർ തിന്ന പന്നിയുടെ കൊഴുപ്പ് മുഴുവൻ മലേഷ്യക്കായിരിക്കും. മലേഷ്യക്കാർ അതിനകത്ത് നമ്മുടെ ഗ്ലിസറിൻ എടുത്ത പാം ഓയിൽ ചേർത്തിട്ട് അതിനകത്തേക്ക് കാസ്റ്റിസോഡ് ചെയ്ത് സപ്പോണിഫിക്കേഷൻ നടത്തിയിട്ട് സോപ്പിന്റെ ബേസ് ഉണ്ടാക്കും. സോപ്പ് ബേസ് എന്ന് പറയും. ആ സോപ്പ് ബേസിനെ ഉരുട്ടി ന്യൂഡിൽ പോലെയാക്കും. ആ ന്യൂഡിൽ അവർ ഇന്ത്യയിലേക്ക് അയക്കുന്നു. ഈ ന്യൂഡിൽ കൊണ്ട് ഉണ്ടാക്കുന്ന സോപ്പുകളാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുന്ന ബഹുഭൂരിഭാഗം സോപ്പുകളും. ലക്സോ, റക്സോണ, ഹമാം, സന്തൂർ, സിന്തോൾ പോലുള്ള സോപ്പുകളൊക്കെ മൃഗക്കൊഴുപ്പ് ചേർന്ന സോപ്പുകളാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഡൗ എന്ന് പറയുന്ന സോപ്പിനെ പറ്റി ഒരു പരാതി വന്നു, അതിൽ മൃഗക്കൊഴുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കമ്പനി എന്താ പറഞ്ഞെന്നറിയാമോ? മൃഗക്കൊഴുപ്പ് ഇല്ലാന്ന് ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. മൃഗക്കൊഴുപ്പ് ഇല്ലെന്ന് ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെന്താ കുഴപ്പം? അപ്പൊ നാം ഉപയോഗിക്കുന്ന പല സാധനങ്ങളും എങ്ങനെ വരുന്നെന്ന് നമുക്കറിയില്ല. ചില ഹോട്ടലുകളിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാകും, അന്യർക്ക് അകത്തേക്ക് പ്രവേശനം ഇല്ല. കാരണം അകം കണ്ട ഒട്ടി തിന്നല അവിടെ ഉണ്ടാക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ പിന്നാമ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. നമ്മിൽ പല ആളുകളും വളരെ ആർത്തിയോടെ കഴിക്കുന്ന ഒരു സാധനമാണ് പപ്പടം. ഇപ്പോഴും നാട്ടിൻപുറങ്ങളിൽ പപ്പടം കുഴയ്ക്കുന്നത് എങ്ങനെയാണ്? ചവിട്ടിയാണ് കുഴയ്ക്കുന്നത്. പപ്പടം ചവിട്ടിയാണ് കുഴയ്ക്കുന്നത്. അവര് ഒരു അണ്ടർവെയർ മാത്രം ഇട്ടിട്ടുന്ന ചവിട്ടി കുഴയ്ക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഉപ്പ് ചേർക്കണ്ടെന്നാ പറയുന്നത്. അതിലൂടെയും ഇതിലൂടെയൊക്കെ ഉപ്പ് വീണ് നല്ല ഉപ്പുരസമുള്ള പപ്പടം ഉണ്ടാകും. നല്ല ടേസ്റ്റ് ആയിരിക്കും പപ്പടം അല്ലേ? പക്ഷേ ഈ പപ്പടം ഉണ്ടാക്കുന്നത് കണ്ടാൽ നമുക്കത് കഴിക്കാൻ പറ്റൂല. യെസ്, ഒരുപാട് ഉൽപ്പന്നങ്ങളുടെയും പിന്നാമ്പുറം അങ്ങനെ. അപ്പൊ ഞാനിവിടെ മൃഗക്കൊഴുപ്പ് കൊണ്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും. പക്ഷെ നമ്മളത് സോപ്പായി മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിലെന്താണ് ചേരുന്നതെന്ന് നമ്മൾ ആരും അറിയുന്നില്ല. ശരി, സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായത് ഏതെങ്കിലും ഒരു എണ്ണ. ഇവിടെ ഞാൻ വറുത്ത് കോരിയെടുത്ത എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 900 മില്ലി എണ്ണ മതി. രാവിലെ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1000 മില്ലി എണ്ണ വേണം. പക്ഷെ ഉച്ചനേരമായതുകൊണ്ട് ഗ്ലിസറിൻ സെപ്പറേഷൻ നടക്കുമെന്ന കാരണത്താൽ അല്പം എണ്ണ കുറച്ചാണ് നമ്മൾ എടുക്കുന്നത്. ശരി, ഈ എണ്ണയിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് കളറാണ്. രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഏറ്റവും വില കുറഞ്ഞ ഒരു തരം പെർഫ്യൂം ഉണ്ട്. അതാണ് ലൈഫ് ബോയ് എന്ന് പറയുന്ന പെർഫ്യൂം. എൻ്റെ കയ്യിലുള്ളത് ലൈഫ് ബോയ് പെർഫ്യൂമാണ്. ഞാൻ രാവിലെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു ഈ പെർഫ്യൂം ഉണ്ടാക്കുന്നത് കാർബോളിക് ആസിഡ് ഉപയോഗിച്ചിട്ടാണ്. കാർബോളിക് ആസിഡ് ഉപയോഗിച്ച് അതിനകത്ത് കളർ കൂടെ കലക്കിയ ആ പെർഫ്യൂം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നു. മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ എണ്ണയുടെ നിറം ചുവപ്പായി കഴിയും. നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയ്ക്ക് എന്ത് ദുർഗന്ധമുണ്ടെങ്കിലും ആ ദുർഗന്ധം ഇപ്പോൾ പോയി കഴിയും. അതിൽ മൃഗക്കൊഴുപ്പിന്റെ ദുർഗന്ധമുണ്ടെങ്കിലും കാറിയ മണമുണ്ടെങ്കിലും അതിപ്പോൾ പോയി കഴിയും. രണ്ടാമത് ഉപയോഗിച്ച എണ്ണ കാണാൻ ഒരു ഭംഗിയുമില്ലായിരുന്നെങ്കിൽ ആ എണ്ണ ഇപ്പൊ കാണാൻ ഭംഗിയുള്ള ഒരു എണ്ണയായി. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് പാറപ്പൊടിയാണ്. ഇതാണ് ഈ പാറപ്പൊടി അഥവാ ടാൽക്കം പൗഡർ. ഓക്കെ, ഈ ടാൽക്കം പൗഡർ മുഖത്തിടുന്ന ഗ്രേഡല്ല. മുഖത്തിടുന്നത് വളരെ വിശേഷപ്പെട്ട ഫൈൻ ഗ്രേഡാണ്. ഇത് കുറച്ച് ഗ്രേഡ് കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ എണ്ണ നമ്മൾ ഈ പൗഡർ നമ്മൾ എണ്ണയിൽ നമ്മൾ മിക്സ് ചെയ്യും. നമ്മൾ ഇതിനിടയിൽ മറ്റൊരു കാര്യം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ മോൾഡ് ശ്രദ്ധിക്കുക. ഇതാണ് സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായിരിക്കുന്ന മോൾഡ്. ഈ മോൾഡിന് ഈ ആകൃതി മനസ്സിലായല്ലോ. ഈ ആകൃതിക്ക് നമ്മൾ ഗണിതശാസ്ത്രം പറയുന്ന പേരാണ് ബാർ. അതുകൊണ്ടാണ് ഈ ആകൃതിയിൽ വരുന്ന സോപ്പിന് എന്ത് പേര് വിളിക്കുന്നത്? ബാർ സോപ്പ്. ബാർ ആകൃതിയിലുള്ള സോപ്പ് എന്ന് പേര് വരുന്നത് അങ്ങനെയാണ്. അടിയിൽ നമ്മളൊരു സ്പോഞ്ച് വെച്ചിരിക്കുന്നു. അതിന്റെ മുകളിൽ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഇട്ടിരിക്കുന്നു. അതിന്റെ മുകളിൽ നമ്മൾ ഈ ഡൈ വെച്ചിരിക്കുന്നു. ഡൈന്റെ ആകൃതി എന്താണോ അതനുസരിച്ചാണ് നിങ്ങൾക്ക് സോപ്പ് കിട്ടുക. ഇപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇങ്ങനെയുള്ള ഈ ഫ്രെയിമിനകത്ത് തന്നെ ഈ ഡൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവൽ ഷേപ്പിലുള്ള സോപ്പ് കിട്ടും. കുളിക്കുന്ന സോപ്പ് അധികം ആളുകൾ ഉണ്ടാക്കുന്നത് ഓവൽ ഷേപ്പിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഓവൽ ഷേപ്പിലുള്ള ഡൈ വെറുതെ ഇതിനകത്ത് നമ്മൾ വെച്ചു എന്നേ ഉള്ളൂ. സോപ്പ് പെട്ടെന്ന് വിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് എണ്ണ പുരട്ടി കൊടുക്കണം. ഇത് എണ്ണ, ഒരിച്ചിരി എണ്ണ നമ്മൾ ഈ അച്ചിലേക്ക് നന്നായി പുരട്ടി കൊടുക്കുക.
ഇതാ ഇതുണ്ടാവും. ലിസൺ, നമ്മൾ അതിനകത്തേക്ക് നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കുക. ബക്കറ്റിലുള്ളത് എന്താണെന്ന് ഓർമ്മയിലുണ്ടല്ലോ. നമ്മൾ എണ്ണ എടുത്തു, നിറം പണം അതിനകത്തേക്ക് കലക്കി, ഇതാ ടാൽക്കം പൗഡർ. ഈ ടാൽക്കം പൗഡർ നന്നായിട്ട് അതിനകത്തേക്ക് മിക്സ് ചെയ്യുക. ശരിക്കും ഒരു സോപ്പ് നിർമ്മാണത്തിന് ആകെ 5 മിനിറ്റ് നേരത്തെ കാര്യമേ ഉള്ളൂ. വെറും 30 മിനിറ്റ് എല്ലാത്തിലും അത് മുഴുവൻ നന്നായിട്ട് പട്ടിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ശരി, ഓക്കെ. നമ്മൾ നന്നായിട്ട് ടാൽക്കം പൗഡർ നന്നായിട്ട് ഇതിലേക്ക് അരച്ചെടുക്കുക. നിങ്ങൾ പലപ്പോഴും പലവിധ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിന് യൂട്യൂബിനെ ആശ്രയിക്കാറുണ്ട് അല്ലേ? പക്ഷേ യൂട്യൂബിൽ വരുന്ന 10 വീഡിയോ എടുത്താൽ അതിൽ 8 എണ്ണം തട്ടിപ്പാകും. വെറുതെ ആളുകൾ ജാട കാണിക്കാൻ വേണ്ടി മാത്രം സോപ്പ് നിർമ്മാണത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടാലും അതിൻ്റെ എല്ലാം ഒരുപാട് തട്ടിപ്പ് വീഡിയോസ് ഉണ്ട്. അതിൽ കാണുന്ന പോലെ നിങ്ങൾ സോപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും അത് സോപ്പായി വരില്ല. പക്ഷേ ഇപ്പൊ ഇന്നിവിടെ ക്ലാസ് നടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കൺമുമ്പിൽ കാണാനുള്ള അവസരം, സംശയമുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരം. ഒരുപക്ഷെ ഇത്തരം ഉൾക്കാഴ്ചകളിലൂടെ നിങ്ങൾ എങ്ങനെയാണ് നല്ലൊരു ബിസിനസ്സിൽ വന്നു ചേരുന്നത് എന്ന് ഓർക്കുക. പണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളോട്, എൻ്റെ വൈഫ് ആലുവ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായിരുന്നു. ഈ കുട്ടികൾ ഹയർ സെക്കൻഡറി ആണോ അത് ഹൈസ്കൂളാണോ? ഹയർ സെക്കൻഡറി. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ അവര് ലിസൺ, അവർ ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയിലായിരുന്നു അവർ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവർ വർക്ക് ചെയ്തിരുന്ന കാലത്ത് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഇതുപോലൊരു ക്ലാസ് നടത്തി. ആ ക്ലാസ് എൻ്റെ വീട്ടിൽ വന്നാണ് കുട്ടികൾക്ക് കൊടുത്തത്. എൻ്റെ വീട്ടിൽ കുട്ടികളുടെ NSS ക്യാമ്പ് നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് പരിപാടി വീട്ടിൽ വെച്ച് കൊടുത്തത്. അതിലുള്ളൊരു പെൺകുട്ടി, അവരുടെ പേര് സഫ്ന എന്നായിരുന്നു. സഫ്ന അധികമൊന്നും പഠിച്ചില്ല. ചില മുസ്ലിം പെൺകുട്ടികളെയൊക്കെ കൃത്യം 18 വയസ്സ് കഴിയുമ്പോൾ കല്യാണം കഴിപ്പിക്കുന്ന രീതിയുണ്ട്. അങ്ങനെയുള്ള കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിച്ചാൽ പിന്നെ കുട്ടികളുണ്ടാവുക സ്വാഭാവികം. അങ്ങനെ 22 വയസ്സായപ്പോഴേക്കും അവർക്ക് 2 കുട്ടികളായി. ഭർത്താവ് വിദേശത്താണ്, കോളനിയിലാണ് അവരുടെ വീട്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ചെയ്യാനില്ല. അപ്പോഴാണ് സഫ്ന പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത കാര്യം ഓർത്തത്. ഈ ഓർമ്മയുമായി അവളുടെ അച്ഛൻ ബീരാൻ എന്നയാളുടെ പേര്, അച്ഛനെ കൂട്ടി എൻ്റെ വീട്ടിൽ വീണ്ടും വന്നു. ഇത്തരമൊരു പരിപാടി വീട്ടിൽ വെച്ച് ചെയ്യുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യാൻ വേണ്ടി വന്നു. ഞാൻ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്തു. അവരുടെ വീട്ടിൽ കുറേ കെമിക്കലുകൾ എത്തിച്ചു കൊടുത്തു. അവൾ വീട്ടിൽ വെച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി വീട്ടിൽ വെച്ച് വിൽക്കുന്ന ഹോം ഷോപ്പ് എന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അത് വലിയൊരു വിജയമായപ്പോൾ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പഴയ കടമുറിയിലേക്ക് 2000 രൂപ വാടകയ്ക്ക് സ്ഥലമെടുത്തിട്ട് അവിടേക്ക് അവർ കച്ചവടം മാറ്റി. കച്ചവടം നല്ല മെച്ചപ്പെട്ട് വന്നു. പക്ഷെ പ്രശ്നം ഇതാണ്, സഫ്നയ്ക്ക് കച്ചവടത്തിന് വരാൻ 11 മണിയാവും രാവിലെ, കുട്ടികളുടെ കാര്യമൊക്കെ നോക്കിയിട്ട്. വൈകുന്നേരം 3 മണിയാകുമ്പോഴേക്കും അവൾക്ക് വീട്ടിലേക്ക് പോകണം. പക്ഷെ നല്ല സമയത്ത് കച്ചവടം ചെയ്യാൻ ആളില്ല. അവസാനം ഇവളുടെ അച്ഛൻ ബീരാൻ ഇവരുടെ കൂട്ടത്തിൽ പോയി. 3 മണിക്ക് ശേഷം വൈകിട്ട് 8 മണി വരെ ബീരാൻ എന്ന് പറയുന്ന ആൾ കടയിലുണ്ട്. കച്ചവടം കൂടി വന്നു. അവൾക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു, ആദം. അവരും ഈ ബിസിനസ്സിലേക്ക് കൂടി. കടയിൽ ഇരിക്കേണ്ട കാര്യമില്ലാത്തതിനാൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഒരു പഴയ മാരുതി വാനെടുത്ത് പല സ്ഥലങ്ങളിൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്ന പരിപാടി അവൻ ആരംഭിച്ചു. അത് നല്ല രീതിയിൽ വളർന്നു വന്നു. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന സഫ്നയുടെ ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ട് മടങ്ങി. അയാൾ കട ഏറ്റെടുത്തപ്പോൾ വീരാൻ വേറൊരു കടയെടുത്ത് മാറമ്പള്ളി എന്നൊരു സ്ഥലമുണ്ട് ആലുവയ്ക്കടുത്ത്. അവിടെ വേറൊരു കട തുടങ്ങി. അവരതിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആദമാണെങ്കിൽ പല കടകളിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ പരിപാടികൾ. നിങ്ങൾക്കറിയാമോ, ഇന്ന് വൻ രീതിയിലുള്ള ബിസിനസ് ചെയ്യുകയാണ് സഫ്നയുടെ കുടുംബം. ഇതുപോലൊരു ക്ലാസ്സിൽ പങ്കെടുത്ത സഫ്ന അവൾക്കുണ്ടായ അനുഭവം അവളുടെ അച്ഛനോട് ഷെയർ ചെയ്തതും അവളുടെ ആങ്ങളയോട് ഷെയർ ചെയ്തതുമാണ് അവരെ ഒരു ബിസിനസ്സുകാരാക്കി മാറ്റിയത്. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ നല്ല കുട്ടികളാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടികളാണെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, വൈകുന്നേരം ഒരു നേരമെങ്കിലും അച്ഛനും അമ്മയും വീട്ടിൽ ആരൊക്കെ ഉണ്ടോ എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കും. ഈ അത്താഴ സമയത്ത് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾ പങ്കുവെക്കും. ഒരുപക്ഷെ ഇന്ന് രാത്രി അതുപോലൊരു അത്താഴം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായും ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി നിങ്ങൾ വീട്ടിൽ ഷെയർ ചെയ്യും. ചിലപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ അതിനോട് താല്പര്യമുണ്ടാകും. അങ്ങനെ താല്പര്യമുണ്ടായിട്ട് അവരെന്നെ കോണ്ടാക്ട് ചെയ്യും.
അങ്ങനെ എത്ര വിദ്യാർത്ഥികളിലൂടെയാണ് അവരുടെ മാതാപിതാക്കളിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ ഇത്തരം ക്ലാസ്സുകൾ നടത്തിയതിൻ്റെ അനുഭവങ്ങൾ വീട്ടിൽ പറയുമ്പോൾ അത്തരം ഒരു ക്ലാസ് മാതാപിതാക്കൾക്ക് വേണമെന്ന് പറഞ്ഞ് ഒരുപാട് സ്കൂളുകളിൽ ഞങ്ങളെ വിളിച്ച് പാരൻസിന് വേണ്ടി ഇത്തരം ക്ലാസ്സുകൾ എടുത്തു കൊടുത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത്രയും സൂചിപ്പിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് കിട്ടിയ അനുഭവം പാഴായി പോകരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഏതായാലും നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ബക്കറ്റിലേക്ക് നമ്മൾ എണ്ണ എടുത്തു, എണ്ണയിലേക്ക് നമ്മൾ നിറവും മണവും കലക്കി ഒഴിച്ചു, അതിലേക്ക് നമ്മൾ ടാൽക്കം പൗഡർ ചേർത്തു, ഡൈയും ഇതാ നന്നായിട്ട് നമ്മൾ എണ്ണ വരുത്തി തയ്യാറാക്കി വെച്ചു. ഇത് രാവിലെ കലക്കി വെച്ച കാസ്റ്റിക് സോഡ ലായനിയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ട് ഇക്കാര്യം. 150 ഗ്രാം കാസ്റ്റിക് സോഡ നമ്മൾ 450 മില്ലി വെള്ളത്തിൽ കലക്കി അതിനകത്തേക്ക് മണലുരുക്കിയ ഒരു ദ്രാവകം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചു. ഈ ദ്രാവകം തണുത്തിരിക്കുന്നു. ഏറ്റവും നല്ലത് നാളെ രാവിലെ ഇതെടുത്ത് സോപ്പ് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നാളെ രാവിലെ വരെ നിങ്ങൾ എന്നോട് നിർത്തൂല എന്ന കാര്യം എനിക്കറിയാം. എന്നാൽ പിന്നെ നാളെ രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അതിന് എനിക്കൊരു സൗകര്യമില്ല. അപ്പൊ അത് കാരണം കൊണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ലിക്വിഡ് ഇപ്പോൾ തയ്യാറാക്കിയ ലിക്വിഡുമായി നമ്മൾ മിക്സ് ചെയ്യുന്നു. ഞാൻ നോക്കൂ, രണ്ടും കൂടെ മിക്സ് ചെയ്യും. ഈ മിക്സ് ചെയ്തിരിക്കുന്ന സാധനം ഞാനിവിടെയാണ് കേട്ടോ. ശരി ശരി. ഏതായാലും മിക്സ് ചെയ്തിരിക്കുന്ന ഈ സാധനം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 വരുന്ന സമയത്ത് അത് കട്ടിപൊടി വരും. കണ്ടോ, ഇപ്പോൾ നല്ല കട്ടിയുള്ള ഒരു ലിക്വിഡായിട്ട് അത് മാറി വരുന്നു. ഈ പാകമായോ, ലിക്വിഡ് കട്ടിയായോ എന്നറിയാൻ നൂല് പാകി നോക്കുക എന്ന് പറയും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പഞ്ചസാര പാനി ഉണ്ടാക്കും. ആ പാനി ഉണ്ടാക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ, ഈ നൂല് കൊണ്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഇതിങ്ങനെ പാകി നോക്കും. അപ്പോൾ അതിനകത്ത് നൂല് പോലൊരു അടയാളം വീഴുന്നത് കണ്ടാൽ അതിനർത്ഥം ഇതൊഴിക്കാൻ പാകമായി. മെഷീനറി ഉപയോഗിച്ചൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഇളക്ക് സ്പൂൺ കൊണ്ടല്ല, അത് മോട്ടർ വെച്ചാണ് നമ്മൾ ഇളക്കുക. ആ ഇളക്ക് എത്ര നേരം കൂടുതൽ ഇളക്കുന്നോ അത്രയും നല്ലതാണ്. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ലളിതമായ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഇനി ഞാൻ വീണ്ടും ഇത് ഇളക്കുന്നില്ല. ഇത്രയും ഇളക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സാധനം അക്ഷയിലേക്ക് പകർന്നു വയ്ക്കുകയാണ്. ഇതിനോടുകൂടെ സോപ്പ് നിർമ്മാണം കഴിഞ്ഞു. വളരെ ലളിതമായി പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, 100 ഗ്രാം കാസ്റ്റിക് സോഡ 300 മില്ലി വെള്ളത്തിൽ കലക്കി 1/2 കിലോ വെളിച്ചെണ്ണ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ സോപ്പ് നിർമ്മാണം കഴിഞ്ഞു. അത്രയും സിമ്പിളാണ്. ഇത് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കി കാണിക്കുന്നത് സാധാരണ സോപ്പാണ്. സോപ്പ് നിർമ്മാണത്തിന് 2 രീതികളുണ്ട്. ഒന്നാമത്തെ രീതി ഹോട്ട് പ്രോസസ്, രണ്ടാമത്തെ രീതി കോൾഡ് പ്രോസസ്. നമ്മൾ ഉണ്ടാക്കിയത് ഹോട്ടാണോ കോൾഡാണോ? കോൾഡാണ്. പച്ചവെള്ളത്തിലാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കിയത്. പച്ചവെള്ളത്തിൽ സോപ്പ് ഉണ്ടാക്കിയത് കൊണ്ട് സപ്പോണിഫിക്കേഷൻ പൂർത്തിയാകാൻ 4-5 ദിവസം എടുക്കും. ഈ സോപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അലക്കണമെങ്കിലും കുളിക്കണമെങ്കിലും 5 ദിവസം സോപ്പ് എടുത്ത് വെക്കണം. ഒരു ക്യൂറേഷൻ പീരിയഡാണ്. ഈ സെയിം സോപ്പ് നമുക്ക് ഹോട്ട് പ്രോസസ്സിൽ ചെയ്യാം. വൻകിട സോപ്പ് നിർമ്മാണ യൂണിറ്റുകളെല്ലാം ഹോട്ട് പ്രോസസ്സാണ് ചെയ്യുക. കാരണം ഈ സോപ്പിൻ്റെ പ്രശ്നം, ഇന്ന് നിങ്ങൾക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് സോപ്പ് വിൽക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നല്ല സോപ്പ് നിർമ്മാണ കമ്പനിയാണെങ്കിൽ ഇന്ന് ഓർഡർ എടുത്താൽ നാളെ സോപ്പ് കൊടുക്കാൻ പറ്റണം. ആ രീതിയിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ഈ രീതി പറ്റില്ല, ഹോട്ട് പ്രോസസ് ചെയ്യണം. സാധാരണ ഒരു സോപ്പ് നിർമ്മാണ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മിക്സ് ചെയ്യുന്ന ഒരു പാത്രം ഉണ്ടാകും. അടുപ്പിൽ വെച്ചാണ് ആ പാത്രം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അത് പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ കൂളിംഗ് ബോക്സുകളിൽ ഒഴിച്ചു വെക്കും. പിറ്റേ ദിവസം രാവിലെ കൂളിംഗ് ബോക്സ് തുറന്നിട്ട് കഷ്ണം കഷ്ണമായിട്ട് ഹൽവ പൊരിക്കും പോലെ മുറിച്ചെടുക്കും. എൻ്റെ പ്രസ് മോൾഡിംഗ് മെഷീൻ ഉണ്ട്. അതിനകത്തേക്ക് വെച്ച് അടിച്ചു കൊടുക്കുമ്പോൾ നല്ല ആകൃതിയിലുള്ള നിങ്ങൾക്കിപ്പോൾ കടയിൽ കിട്ടുന്ന തരത്തിലുള്ള സോപ്പിൻ്റെ നിർമ്മാണം അങ്ങനെയാണ് നടക്കുക. ഇതാണ് സോപ്പ് നിർമ്മാണത്തിൻ്റെ പിന്നാമ്പ്. ഓക്കെ, എന്തെങ്കിലും ചോദ്യമുണ്ടോ സോപ്പ് നിർമ്മാണത്തെ പറ്റി? ഇല്ല. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാറിതൊക്കെ എങ്ങനെയാ പഠിച്ചെടുക്കുക? ഒന്നാമത്തെ രീതി എന്താണെന്നറിയാമോ? ഇരക്കുക. അറിയാവുന്നവരോട് എങ്ങനെയെന്ന് ചോദിച്ച് പഠിക്കുന്നതിനാണ് എരന്ന് പഠിക്കുക എന്ന് പറയുക. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരാളുടെ ഉപജീവന മാർഗമാണ് അതെങ്കിൽ
നിങ്ങൾ ചോദിച്ചാലും അവരെ രഹസ്യം നിങ്ങളോട് പറഞ്ഞു തരില്ല. നിങ്ങൾ ട്രേഡ് സീക്രട്ട് എന്ന് കേട്ടിട്ടുണ്ടാകും അല്ലേ? നിങ്ങൾ പേറ്റന്റ് റൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടാകും അല്ലേ? അതിനർത്ഥം എന്താണെന്നറിയാമോ? ഒരാൾ ഉപജീവനത്തിന് ഇത്തരമൊരു വഴി കണ്ടുപിടിച്ചാൽ അതിന്റെ പിന്നാമ്പുറം എന്താണെന്ന് അവർ ഒരിക്കലും നമ്മളോട് പറഞ്ഞു തരില്ല. രണ്ടാമത്തെ രീതി, ഞാൻ പഠിക്കുന്ന രണ്ടാമത്തെ രീതി പണം കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ആളുകളെ പണം വാങ്ങി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പണം കൊടുത്ത് പഠിച്ച ഒരുപാട് രീതികളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കോൾഗേറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പഠിച്ചത് പണം കൊടുത്താണ് പഠിച്ചത്. ബോംബെയിലുള്ള മിറാൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ പോയിട്ടാണ് കോൾഗേറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് പഠിച്ചത്. അത് ഫീസ് അടച്ചാ പഠിച്ചത്. എന്നെ പോലെ പഠിപ്പിക്കുന്ന വേറെ അനേകം ഗ്രൂപ്പുകളുണ്ട്. പക്ഷെ അവരെല്ലാം വൻ തുക ഫീസ് വാങ്ങിയിട്ടാണ് ഓരോ ഐറ്റംസും അവർ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഞാനും പല ഐറ്റംസും പഠിച്ചത് അങ്ങനെ. പിയേഴ്സ് എന്ന് പറയുന്ന സോപ്പ് ഉണ്ടല്ലോ, ട്രാൻസ്പാരന്റ് സോപ്പ്, ഞാൻ പഠിച്ചത് 2 ലക്ഷം രൂപ കൊടുത്തിട്ടാണ്. അതെന്നെ പഠിപ്പിച്ച ആൾ എന്നോട് ആവശ്യപ്പെട്ടത് 2 ലക്ഷം രൂപയാണ്. കുറെ ആലോചിച്ചതിന് ശേഷം 2 ലക്ഷം രൂപ കൊടുത്തു, ഞാൻ പഠിച്ചു. എന്തായാലും ഒരിക്കലും നഷ്ടമായില്ല. കാരണം കൊറോണ കാലത്ത് മാത്രം ഏറ്റവും ചുരുങ്ങിയത് 12 ലക്ഷം സോപ്പോളം കൊറോണ കാലത്ത് മാത്രം ഞങ്ങൾ വിറ്റു. ഒരു കട്ട സോപ്പിന് 1 രൂപ ലാഭം കിട്ടിയാൽ 12 ലക്ഷം രൂപ നമുക്ക് ആ സോപ്പിൽ നിന്ന് മാത്രം ലാഭം കിട്ടി. അപ്പൊ ഇത് നമ്മൾ എത്ര പൈസ കൊടുത്ത് പഠിച്ചാലും നഷ്ടമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കണം, 4 കൊല്ലം പഠിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം രൂപ ചെലവാണ്. ഇപ്പൊ 10 ലക്ഷം കൊടുത്ത് പഠിച്ചതിനാ ഒരു ജീവിതം രക്ഷപ്പെടാനാണ്. അങ്ങനെയാണെങ്കിൽ 2 ലക്ഷം കൊടുത്ത് പിയർ സോപ്പിന്റെ നിർമ്മാണം പഠിച്ചിട്ട് അതിൽ നിന്ന് 20 ലക്ഷം ഉണ്ടാക്കാൻ പറ്റിയാൽ പിയർ സോപ്പിന് പഠിക്കാൻ 2 ലക്ഷം കൊടുത്താൽ നഷ്ടാവും ഇല്ല. ഇത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ അത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൽക്കാലം സോപ്പ് അവിടെ ഇരിക്കട്ടെ. അത് സെറ്റ് ആവുന്നത് വരെ നമുക്ക് ഈ ഡെസ്ക് ഇളകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത ഒരു ഐറ്റത്തിലേക്ക് നമുക്ക് പോകാം. ഏതാണ് അടുത്ത ഐറ്റം? യെസ്, ശരി. അടുത്ത ഐറ്റം ഡിറ്റർജന്റ് ലിക്വിഡ്. എന്തായാലും നിങ്ങൾ എന്തുമാത്രം നിങ്ങളുടെ വീട്ടിൽ തുണി കഴുകുന്നവരാണെന്ന് എനിക്കറിയില്ല. ഒരിക്കലൊരു മനുഷ്യൻ 8ാം ക്ലാസ്സിലേക്ക് ജയിച്ച സന്തോഷ വാർത്ത അവൻ്റെ അമ്മയെ അറിയിച്ചു. അമ്മ പറഞ്ഞു, അവൻ പറഞ്ഞ വാക്ക് ഇതാണ്, ഞാനിപ്പോൾ ഹൈസ്കൂളിലാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി നിന്റെ തുണി നീ തന്നെ കഴിക്കാൻ മതി എന്ന് പറഞ്ഞു. അന്ന് മുതൽ സ്വന്തം തുണി സ്വയം കഴുകുന്ന മഹാനായ ഒരു മനുഷ്യനുണ്ട് കേരളത്തിൽ. അയാൾ ഇന്ത്യയിലെ 100 കോടീശ്വരന്മാരിൽ ഒരാളാണ്. അയാൾ ഇന്ത്യയിലെ 100 കോടീശ്വരന്മാരിൽ ഒരാളാണ്. ആരായിരിക്കും ഈ മനുഷ്യൻ? അറിയില്ല. യെസ്, ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ മനുഷ്യൻ ഒരിക്കലും നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കാറില്ല. അയാൾ എപ്പോഴും വെള്ള വസ്ത്രം മാത്രമേ ധരിക്കൂ. വെള്ള വസ്ത്രം മാത്രമേ ഓക്കെ. ഒരു സൂചന കൂടെ തരാം. ലോകത്തെ ഏറ്റവും വലിയ വാഷിംഗ് പൗഡർ കമ്പനിയാണ് ഹെങ്കൽ. ലോകത്തെ ഏറ്റവും വലിയ വാഷിംഗ് പൗഡർ കമ്പനിയാണ് ഹെങ്കൽ. അവരുടെ വാഷിംഗ് പൗഡറിന്റെ പേരാണ് ഹെങ്കോ. ഈ ഹെങ്കോ എന്ന അമേരിക്കൻ കമ്പനിയെ വിലയ്ക്ക് വാങ്ങിയ മലയാളിയാണ് ഞാനിപ്പോ പറയുന്ന മനുഷ്യൻ. മലയാളികൾ ആദ്യമായി പാത്രം കഴുകാൻ ഉപയോഗിച്ച ലിക്വിഡ് സോപ്പിന്റെ പേരാണ് പ്രിൽ. ഈ പ്രിൽ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയൊരു വാഷിംഗ് കമ്പനിയുടെ പേരാണ്. ആ വാഷിംഗ് കമ്പനി ജർമ്മൻ ബേസ്ഡ് ആണ്. ആ ജർമ്മൻ കമ്പനിയും വിലയ്ക്ക് വാങ്ങിയ ഒരു മലയാളിയുണ്ട്. അയാളുടെ പേര് രാമചന്ദ്രൻ എന്നാണ്. കൃത്യമായി പറഞ്ഞാൽ ഉജാല രാമചന്ദ്രൻ. അയാളുടെ പേര് ഉജാല രാമചന്ദ്രൻ. ചൈനയുടെ അതിർത്തിയിലുള്ള ഒരു മിലിറ്ററി ബേസിൽ ഒരിക്കൽ എനിക്ക് ക്ലാസ് എടുക്കാൻ അവസരം കിട്ടി. ഡോക്രിജോ എന്ന സ്ഥലത്തിന്റെ പേര്. അവിടെ ഞാൻ ആ മിലിറ്ററി സ്കൂളിൽ ചെന്നപ്പോൾ മുഴുവൻ കുട്ടികളും തൂവെള്ള യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു, വാട്ട്സ് ദ സീക്രട്ട് ബിഹൈൻഡ് യുവർ വൈറ്റ്നസ്?
നിങ്ങളുടെ വെള്ള വസ്ത്രത്തിന്റെ വെണ്മയുടെ രഹസ്യം എന്താന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ ഒരുമിച്ചൊരു വാക്ക് പറഞ്ഞു, ഉജാല. ഉജാല. അപ്പൊ ഞാൻ പറഞ്ഞു, ഹാവ് യു ഹേർഡ് അബൌട്ട് എ പേഴ്സൺ രാമചന്ദ്രൻ? He is the man behind the secret of Ujala making and he hails from our own state, a Trichur district എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികൾ എന്നെ ഇങ്ങനെ ഭയങ്കര ആരാധനയോടെ കണ്ടത് ഞാൻ ഓർത്തത്. കാരണം തൃശ്ശൂരിൽ ഉജാല രാമചന്ദ്രന്റെ അടുത്ത് നിന്നാണെന്ന് പറയും. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്ത് അത്രമാത്രം ശ്രദ്ധിക്കപ്പെട്ട ഒരു വാഷിംഗ് പൗഡർ യൂണിറ്റാണ്, വാഷിംഗ് പൗഡർ കമ്പനിയാണ് ഉജാല രാമചന്ദ്രൻ്റെ. ഈ മനുഷ്യൻ ആ ഫാനുകളൊന്ന് ഓഫ് ചെയ്തേ. എൻ്റെ ശബ്ദം, അതെ, ഫാൻ ഇടുമ്പോൾ പുറമേ നിന്നുള്ള കാറ്റകത്തേക്ക് വരുന്നില്ല. ഫാൻ ഓഫ് ചെയ്യാനാണ് പോണേ. ആ ബാക്ക് എല്ലാ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തേ. യെസ്, നമ്മുടെ ചില തെറ്റിദ്ധാരണകളെ പറ്റി കൂടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ഫാൻ ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നെന്ന് അറിയാമോ? മുകളിൽ നിന്ന് ചുട്ടുപഴുത്ത് നിൽക്കുന്ന ചുടുകാറ്റ് താഴേക്ക് വരും. നമുക്ക് കുറെ കൂടെ ബുദ്ധിമുട്ടാവും. മാത്രമല്ല, ഇത്രയും പേര് വിസർജിക്കുന്ന കാർബൺ ഡയോക്സൈഡ് മുകളിലേക്ക് പോകും. ആ കാർബൺ ഡയോക്സൈഡ് താഴേക്ക് പറഞ്ഞു വിടും. അപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ ഓക്സിജന്റെ കണ്ടന്റ് കുറയും. ഫാൻ ഓഫ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ജനലിലൂടെ അല്ലെങ്കിൽ വാതിലിലൂടെ ധാരാളം ശുദ്ധവായു അകത്തേക്ക് കടന്നു വരും. ഈ കടന്നു വരുന്ന ശുദ്ധവായു മുകളിലേക്ക് പൊന്തുകയും അത് വെന്റിലേഷനിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോഴാണ് മുറിക്കകത്ത് എയർ സർക്കുലേഷൻ ഉണ്ടാകുക. അത്തരം സർക്കുലേഷൻ ഉണ്ടാകുന്ന സമയത്താണ് ശരിക്കും മുറിക്കകത്തെ ചൂട് കുറയുക. ഫാൻ ഇട്ടാൽ ചൂട് കുറയുന്നില്ല, പക്ഷെ നമുക്കൊരു ഫീൽ ഉണ്ടാകുന്നു ഫാൻ ഇടുന്ന സമയത്ത് ചൂട് കുറയുന്നുണ്ടെന്ന്. ശരി, അതുപോട്ടെ. നമ്മൾ അടുത്ത പ്രൊഡക്റ്റിലേക്ക് നമ്മൾ പോവാണ്. അത് ഡിറ്റർജന്റ് ലിക്വിഡ്. നമുക്ക് ഇന്ന് കാശുള്ളവന്മാരുടെ വീട്ടിലൊക്കെ വാഷിംഗ് മെഷീനാണ്. അല്ലാത്തവരൊക്കെ കൈകൊണ്ട് അലക്കുന്നു. കാശുള്ളവൻ വാഷിംഗ് മെഷീൻ. കുറച്ച് കൂടുതൽ കാശുള്ളവരും ചില അഹങ്കാരികളും ഒക്കെ എന്ത് ചെയ്യും? വില കൂടിയ വാഷിംഗ് മെഷീൻ